മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരെ അപമാനിക്കുന്ന പുതിയ നടപടിയുമായി നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലെ പടിഞ്ഞാറൻ ഇടനാഴിയിലെ വോക്ക് ഓഫ് ഫെയിമിൽ മുൻ പ്രസിഡന്റുമാരുടെ ചിത്രങ്ങളുടെ താഴെ അവർ അപമാനിക്കുന്ന ഫലകങ്ങൾ സ്ഥാപിച്ചു. എന്നാൽ സ്വന്തം ചിത്രത്തിന് താഴെ സ്തുതിവചനങ്ങളാണ് ട്രംപ് സ്ഥാപിച്ചത്. ഫലകക്കുറിപ്പുകൾ ട്രംപ് സ്വന്തമായി തയ്യാറാക്കിയതാണ്. ഡൊണാൾഡ് ട്രംപിന്റെ വിചിത്രമായ നടപടികളിൽ ഏറ്റവും പുതിയതാണ് വോക്ക് ഓഫ് ഫെയിമിൽ അപകീർത്തികരവും പരിഹാസ്യവുമായ പരാമർശങ്ങൾ അടങ്ങുന്ന ഫലകങ്ങൾ തന്റെ എതിരാളികളായ പ്രസിഡന്റുമാരുടെ ചിത്രങ്ങൾക്ക് താഴെ സ്ഥാപിച്ചത്. ട്രംപിന്റെ റിപ്പബ്ലിക്കൻ മുൻഗാമികളുടെ ശിലാഫലകങ്ങൾ പോലും വിമർശനത്തിൽ നിന്നും മുക്തമല്ല. മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ചിത്രത്തിന് താഴെ അദ്ദേഹത്തെ സ്ലീപ്പി ജോ എന്ന് വിശേഷിപ്പിക്കുകയും അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രസിഡന്റ് എന്ന് ആലേഖനം ചെയ്തിരിക്കുകയും ചെയ്തിട്ടുണ്ട് ട്രംപ്. അമേരിക്ക കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അഴിമതി നിറഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഫലമായി അധികാരമേറ്റയാളാണ് ബൈഡൻ എന്നും ട്രംപ് പറഞ്ഞു വെക്കുന്നു. ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയ വ്യക്തിത്വമാണ് ബരാക് ഒബാമ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒബാമ നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെയും മുൻകാല പ്രവർത്തനങ്ങളെയും കുറിപ്പിലുടനീളം വിമർശിക്കാനും ട്രംപ് മറന്നില്ല. ക്ലിന്റനെയും ജോർജ് ബുഷിനെയും പരിഹസിക്കാനും ട്രംപ് അവസരം വിനിയോഗിച്ചു. 2016 ഹിലരി ക്ലിന്റന്റെ തോൽവിയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ട്രംപ്. എന്നാൽ സ്വന്തം ചിത്രത്തിന് താഴെയുള്ള ഫലകത്തിൽ തന്റെ മികവുകൾ കുറിച്ചിട്ടുണ്ട് ട്രംപ്. 8 യുദ്ധങ്ങൾ പരിഹരിച്ചു, ഊർജ്ജ ചെലവ് കുറച്ചു, പണപ്പെരുപ്പം കുറച്ചു തുടങ്ങി നേട്ടങ്ങൾ അക്കമിട്ട് പറഞ്ഞു വെക്കുന്നു. 132 വർഷത്തിനിടെ തുടർച്ചയായി രണ്ടാമതും സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആദ്യത്തെ പ്രസിഡന്റാണ് താനെന്നും പരാമർശിക്കുന്നുണ്ട്. പരാമർശങ്ങൾ നേരിട്ട് ട്രംപ് എഴുതിയതാണെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലൈൻ ലെവിറ്റ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.